പ്രസവവുമായി ബന്ധപ്പെട്ട് വിചിത്ര പരാമർശം നടത്തിയ SYS ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഹക്കീം അസ്ഹരിക്ക് പിന്തുണയുമായി കൂടുതൽ സംസ്ഥാന നേതാക്കൾ രംഗത്ത്. പ്രസവ ശസ്ത്രക്രിയ എന്നത് ഡോക്ടർമാർ നടത്തുന്ന തട്ടിപ്പാണെന്നും ഒരു കുട്ടി വയറ്റിൽ 4 വർഷം വരെ കിടക്കുമെന്നുമായിരുന്നു AP അബ്ദുൽ ഹക്കീം അസ്ഹരി നടത്തിയ പ്രസ്താവന. സ്ത്രീയുടെ ഗർഭം 4 വർഷം വരെ നീളുക എന്നത് അസാധ്യമായ കാര്യമാണെന്ന് ശാസ്ത്രം പറയില്ലെന്നാണ് ഷുഹൈബുൽ ഹൈതമിയുടെ പ്രസ്താവന. ശരീഅത്തനുസരിച്ചുള്ള വീട്ടിലെ പ്രസവത്തിന് പ്രോത്സാഹനവും പിന്തുണയും അർപ്പിച്ച് കൂടുതൽ സംസ്ഥാന നേതാക്കൾ രംഗത്ത് വരികയാണ്. സിസേറിയൻ വെറും തട്ടിപ്പാണെന്നും വയറ്റിലൊരു കുട്ടി 4 വർഷം വരെ കിടക്കുമെന്നുമാണ് പ്രസവവുമായി ബന്ധപ്പെട്ട് SYS ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഹക്കീം അസ്ഹരി നടത്തിയ വിചിത്ര പ്രസ്താവന. 4 വർഷം വരെ ഒരു കുട്ടി വയറ്റിൽ കിടക്കാം, അതുകൊണ്ട് 10 മാസമായി പോയി ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞ് ബേജാറാണ്ട് കാര്യമൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞാൽ മതി. സമയമാകുമ്പോൾ പ്രസവിക്കും. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അള്ളാഹുത്താല വയറ്റിൽ ഒരു സാധനം പഠിച്ചിട്ടുണ്ടോ, അള്ളാഹുത്താല ഇത് പുറത്തേക്ക് കൊണ്ടുവരും. അതിന് സീസറിന്റെ ആവശ്യം ഇല്ല. വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരണപ്പെട്ട സാഹചര്യത്തിലാണ് 3 വർഷം മുമ്പുള്ള ഹക്കീം അസ്ഹരിയുടെ പ്രസംഗം വീണ്ടും വിവാദത്തിലാകുന്നത്. ഇതിനിടയിലാണ് AP അബ്ദുൽ ഹക്കീം അസ്ഹരിക്ക് പിന്തുണയുമായി സമസ്ത ഐക്യ വിഭാഗം നേതാവായ ഷുഹൈബുൽ ഹൈതമി രംഗത്ത് വന്നത്. 4 വർഷമുള്ള പ്രസവം ഇസ്ലാമിസത്തിൽ പറയുന്നുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഒരു സ്ത്രീയുടെ ഗർഭം 4 വർഷം വരെ നീളുകയെന്നത് അസാധ്യമായ കാര്യമാണെന്ന് ശാസ്ത്രം പറയുന്നില്ലെന്നും ഷുഹൈബുൽ ഹൈതമി അഭിപ്രായപ്പെട്ടു. പുരുഷന് പ്രസവിക്കാമെന്ന് നേരത്തെ നിരീക്ഷിച്ച ഇസ്ലാം പണ്ഡിതരുണ്ടെന്നും പുരുഷനും പ്രസവിക്കാൻ കഴിയും എന്നിടത്താണിപ്പോൾ ശാസ്ത്രം എത്തി നിൽക്കുന്നതെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. ശരീഅത്തനുസരിച്ചുള്ള വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നത് പിന്നിൽ സമസ്ത പോലുള്ള സംഘടനകൾക്കും പങ്കുണ്ടെന്ന വിമർശനം ഉയരുമ്പോഴാണ് സമസ്തയ്ക്കുള്ളിലെ കൂടുതൽ നേതാക്കൾ വീട്ടിലെ പ്രസവത്തെ ന്യായീകരിച്ച് രംഗത്ത് വരുന്നത്. ജനം, കോഴിക്കോട്.